നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള കളം തെളിയുന്നു. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ നിശ്ചയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുന്നു. പ്രതിപക്ഷ സഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനായി ഇന്ന് നിർണായക യോഗം ഡൽഹിയിൽ നടക്കും. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഓഫീസിൽ രാവിലെ 10:15 ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയേതര സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിന് നിയോഗിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ ബ്ലോക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് രാജ്യത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. സെപ്റ്റംബർ 9 വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 21 നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഞായറാഴ്ച വൈകിട്ടാണ് BJP NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് CP രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്.